ഹായ് ഫ്രണ്ട്സ്, ഹൈവേ മുസാഫിർ വ്ളോഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുള്ളത് കോഴിക്കോട് ബൈപ്പാസിൽ ഹൈലൈറ്റ് മാൾ കഴിഞ്ഞു, സൈബർ പാർക്ക് കഴിഞ്ഞു, പൊറ്റമ്മൽ ജംഗ്ഷൻ ആ ഭാഗത്തായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് തൊണ്ടയാട്, അതുപോലെ മലാപ്പറമ്പ് ആ ഭാഗങ്ങളിലൊക്കെ വർക്ക് എന്തായി എന്നുള്ളതൊന്ന് നോക്കാട്ടോ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേമാതിരി ആ ബെല്ലൈക്കനും കൂടി അമർത്തിയാൽ ഞങ്ങൾ അയക്കുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കട്ടോ. അപ്പോൾ ഈ പൊറ്റമ്മൽ ജംഗ്ഷൻ കഴിഞ്ഞ് മുന്നോട്ട് പോന്നു. തൊണ്ടയാട് എത്തുന്നതിന് മുമ്പായിട്ട് സർവീസ് റോഡ് റൈറ്റ് സൈഡിൽ കുറച്ച് ഉയർന്നിട്ടാണ് പോകുന്നത്. ലെഫ്റ്റ് സൈഡിലെ സർവീസ് റോഡ് റെഡി ആയിട്ടില്ല. ഈ ഭാഗത്ത് 6 വരി പാതയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. തൊണ്ടയാട് എത്തുന്നതിന് മുമ്പായിട്ടുള്ള 6 വരി പാത 2 ഭാഗത്തും ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. വലിയ മാറ്റങ്ങളാട്ടോ ഇവിടെയൊക്കെ വന്നത്. ഈ 2 ഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്ക്, അതേമാതിരി ഇതിൻ്റെ ഫിനിഷിങ് വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കാനുള്ളത്. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാലുകളൊക്കെ ഈ ഭാഗത്ത് സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മെഡിക്കൽ കോളേജ് ആ ഭാഗത്തേക്ക്, അതേമാതിരി ടൗണിലേക്ക് മാവൂർ റോഡിലേക്ക് തിരിയണമെങ്കിൽ അതിൽ അങ്ങോട്ട് കയറണം, സർവീസ് റോഡിലേക്കാണ്ട് കയറണം. അപ്പോൾ തൊണ്ടയാട് മേൽപ്പാലം, ഇപ്പോൾ ഈ പോകുന്ന പാലാട്ടോ ഫ്ലൈ ഓവറാണ് പുതുതായിട്ട് നിർമ്മിച്ചത്. നിലവിലുള്ള ഹൈവേ പാലം അവിടെ അവർ അതിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് തൽക്കാലം ബ്ലോക്ക് ആക്കിയതാണ്. അപ്പം മേൽപ്പാലത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. തൊണ്ടയാടും ഫ്ലൈ ഓവർ തുറന്ന് കൊടുത്തിട്ടിപ്പോൾ 1 മാസം പോലായിട്ടോ വണ്ടി ഓടി തുടങ്ങിയിട്ട്. ഇനി മലാപ്പറമ്പ് ഭാഗത്തേക്കാട്ടോ പോകുന്നത്. ഇവിടുന്ന് അങ്ങോട്ടുള്ള 6 വരി പാതയുടെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞതാണ്. ഡിവൈഡറിൻ്റെ വർക്ക് ചെയ്യാനുണ്ട്. 2 ഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്കും ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ അത് ബെൻഡിങ് തന്നെയാണ്. വാഹനങ്ങൾ പല വഴിക്കാട്ടോ തിരിച്ചു വിടുന്നത്. കുറച്ച് ഈ റോഡിൽ കൂടി വിടുകയാണെങ്കിൽ കുറച്ച് ആ റോഡിൽ കൂടി വിടും. രാത്രി കാലങ്ങളിലൊക്കെ നല്ല ശ്രദ്ധിക്കണം കേട്ടോ. വാഹനമായിട്ട് വരുമ്പം ഈ വഴി മാറ്റി വിടുന്ന ഒരു പ്രയാസം പലർക്കും പല അപകടങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ വർക്ക് ഒന്നും ആയിട്ടില്ല കേട്ടോ. 2 ഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്ക് ഇനി വരാനുണ്ട്. ഇവിടെ മുന്നിലേ ഒരു ജംഗ്ഷനുണ്ട്. ആ ജംഗ്ഷനിൽ പ്രത്യേകിച്ച് ഓവർപാസ് അണ്ടർപാസ് ഒന്നും കൊടുക്കാൻ സാധ്യത കാണുന്നില്ല. കാരണം തൊണ്ടയാടും മലാപ്പറമ്പും 2 ഫ്ലൈ ഓവറുകൾ. മലാപ്പറമ്പിൽ വരുന്നത് മേൽപ്പാലാണ്. ശരിക്കും ഈ ജംഗ്ഷൻ അടയ്ക്കും കേട്ടോ. ഇവിടെ ക്രോസിങ് ഉണ്ടാവില്ല. അപ്പോൾ മേലെ പോയിട്ട് തിരിച്ച് തന്നെ വരേണ്ടി വരും. സിഗ്നൽ കൊടുക്കുന്നൊരു സംഭവം ഉണ്ടാവില്ല എന്തായാലും. അപ്പം മലാപ്പറമ്പിലെ ആ ഭാഗത്തേക്കാണ് പോകുന്നത്. മലാപ്പറമ്പ് ഭാഗത്ത് ഒരു ഓവർപാസാണ് വരുന്നത്. വാഹനങ്ങൾ ഈ ഹൈവേ താഴെ കൂടെ പോവും. വെള്ളിമാടുക്കുന്ന് കോഴിക്കോട് റോഡ് അത് മേലെ കൂടെ
ഓവർപാസ് അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ വർക്കുകൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗത്തും സർവീസ് റോഡ് നിലവിൽ വരാനുണ്ട്. പക്ഷെ ഇവിടേക്ക് ഈ മിനി വെഹിക്കിൾ അണ്ടർപാസ് കൊടുക്കാമായിരുന്നു കേട്ടോ. ഇനി കൊടുത്തണമെന്നറിയില്ല. പക്ഷെ അതിനുള്ളൊക്കെ ഒരു ഗ്യാപ്പും സാഹചര്യമൊക്കെ ഈ ഭാഗത്തുണ്ട്. അതവർക്ക് കൊടുക്കാമായിരുന്നു. രണ്ട് ഭാഗത്തും 6 വരി പാതയുടെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേ റോഡ് താഴ്ന്നിട്ടാണ് പോകുന്നത്. നല്ല താഴ്ചയിലേക്ക് റോഡ് പോകും. കാരണം ഓവർപാസിന് വേണ്ടിയിട്ട് മണ്ണെടുത്ത് താഴ്ത്തി വാഹനങ്ങൾ പാലത്തിൻ്റെ അടിയിൽ കൂടി പോകാനുള്ള സംവിധാനമാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് റോഡ് ഒരു ഭാഗത്തേക്ക് ഇവിടെ ഒതുക്കി പിന്നെ 2 വരി ഇതായിട്ടാണ് വിടുന്നത്. അത്രയും ഭാഗം റൈറ്റ് സൈഡിൽ കാണുന്ന അത്രയും ഭാഗം മണ്ണെടുത്ത് താഴ്ത്തി കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആ വർക്കൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ പോകുന്ന പിന്നെ സ്ഥലങ്ങളൊക്കെ ഇനിയിപ്പോൾ മണ്ണെടുത്ത് താഴ്ത്താനുള്ളതാണ്. മനാപ്പറമ്പ് ജംഗ്ഷൻ ഇവിടെയാണ് ഓവർപാസ് വരുന്നത്. നമ്മൾ മനാപ്പറമ്പ് തിരിച്ചു നിലവിലുള്ള വന്ന വഴിക്ക് തന്നെ പോയത്. ഒന്നും കൂടെ ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് തിരിച്ചിങ്ങോട്ട് പോകുന്നതാണ്. അല്ല, ഈ ഭാഗത്തൊക്കെ ഇനി മണ്ണെടുത്ത് താഴ്ത്തി പോകാനുള്ളതാണ്. നല്ല താഴ്ചയിൽ മണ്ണെടുത്ത് ഇവിടെ ഈ ഭാഗത്ത് പോകണം. അപ്പം അങ്ങനെയൊക്കെയാണ് കോഴിക്കോട് ബൈപ്പാസിലെ ഈ ഭാഗങ്ങളിലെ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേമാതിരി ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത് തന്നെ വരുന്നതാണ്. കോഴിക്കോട് ബൈപ്പാസ് മഴ ആയതുകൊണ്ട് തുടർന്ന് ഷൂട്ട് ചെയ്യാൻ കഴിയാത്ത വിഷയം കൊണ്ടാണ്. അപ്പോൾ ഓക്കെ, ബൈ.